അസ്സലാമു അലൈക്കും. എല്ലാവരും ഈദൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈദിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മോർണിംഗിൽ തന്നെ എൻ്റെ ജോലികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. കുറേ ദിവസമായിട്ട് നോമ്പ് ആയ ഒരു എഫക്റ്റിലായിരുന്നു. ഇപ്പോൾ പെരുന്നാളിൻ്റെ ഒരു എഫക്റ്റിലാണ്. അങ്ങനെ എന്തായാലും നല്ലൊരു മോർണിംഗാണിത്. നല്ല വെളിച്ചവും നല്ല ചെറിയൊരു തണവൊക്കെ ആയിട്ടുള്ള ഒരു മോർണിംഗാണ്. അപ്പം നമ്മൾ ഡോഗ് വേഷ് അതവിടെ കളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കിച്ചണിലേക്കൊക്കെ കയറാൻ ഉള്ള ടൈമായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പവും ബീഫ് കറിയായിരുന്നു. അപ്പോൾ ഞാനിതാ കിച്ചണിൽ കയറി ഓരോ കാര്യങ്ങളായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ലൂമി അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ഞാൻ ക്യാമറയിലൊക്കെ എടുത്ത് നോക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തൊടാൻ വേണ്ടി പോയ ആൾ എൻ്റെ മെയിൽ കൊടുങ്ങും. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല. അങ്ങോട്ട് പോകുമെന്ന് തോന്നി. എന്നെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും ആൾ നിന്നില്ല കേട്ടോ. ആളങ്ങനെ നേരെ പോയി. അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഒനിയൻ എടുത്ത് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ അതാണ് ചെയ്യുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചു. ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടു. അപ്പോൾ ഒരു 3 ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കിലോ അരിയാണുള്ളത്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഇങ്ങനെ കുറേശ്ശെ എല്ലാം ആവുന്നുണ്ട്. അതിനിടയിൽ ഇവർ വന്നപ്പോൾ പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞിട്ട് എല്ലാവരും വന്നു. അപ്പോൾ അവർക്ക് തണ്ണിമത്തനും പഴവും ബ്രെഡ് അതേപോലെ അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ പെരുന്നാളിൻ്റെ അന്ന് ഇവർ ജുമാ ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് മോർണിംഗിൽ പോയിട്ട് വരും. ഫുഡ് കഴിക്കാൻ നേരമാകുമ്പോഴേക്കും എല്ലായിടത്തും ഒന്ന് പോയി ഇത് മുബാറക്ക് പറഞ്ഞ് ഒക്കെ കുടുംബത്തിനെ എല്ലാവരെയും ഒന്ന് കണ്ട് എല്ലാതായിട്ട് വരും കേട്ടോ. കാരണം ഒരു മാസമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവാവും കാണല്. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് കണ്ട് സലാമൊക്കെ പറഞ്ഞ് ഇത് മുബാറക്ക് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പോകും. അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ ബിരിയാണിക്കുള്ള ഉള്ളി അവിടെ ഫ്രൈ ആയി വെച്ചിട്ടുണ്ട്. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതൊക്കെ പച്ചമണം മാറുന്നത് വരെ അതൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ തക്കാളി, മുളകും പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഗരം മസാല ഒരു 2 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ കൊറിയൻഡർ ലീഫ്, പിന്നെ പുതിനയുടെ ഇല, അങ്ങനെയൊക്കെ. അപ്പോൾ ബിരിയാണി ഏകദേശം റെഡിയായി. അപ്പോഴത്തേനും ഉച്ചക്കത്തെ ജുമാ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ തറവാടാണ്. അപ്പോൾ തറവാട്ടിൽ ഏട്ടൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള എല്ലാവരും ഉണ്ടാവും, ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി ഇതാ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അതിൽ തൈരിൻ്റെ സലാഡ് ഉണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, തക്കാളി ചട്നി ഉണ്ട്. പിന്നെ അപ്പോൾ നല്ല പാലട പായസവും ഉണ്ണിയപ്പവും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെല്ലാവരും ഇരുന്നു. എന്നിട്ട് എല്ലാവരും കൂടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ബിരിയാണിയാണ്. ഞാൻ ഈ ബിരിയാണി ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ തയ്യാറാക്കിയ ഗീ വെച്ചിട്ടും അതേപോലെ ഞാൻ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം എനിക്ക് ഈ ബിരിയാണി പെർഫെക്റ്റായിട്ട് തന്നെ ഹെൽത്തി ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാത്ത ഞാൻ ഗീയും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാരണം എനിക്ക് നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ബിരിയാണി എല്ലാവർക്കും കൊടുക്കുന്നത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ വ്ളോഗാണ്. 1-ാം പെരുന്നാളും 2-ാം പെരുന്നാളും. 1-ാം പെരുന്നാൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും 2-ാം പെരുന്നാൾ എൻ്റെ വീട്ടിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. അപ്പോൾ എല്ലാ കസിൻസും എല്ലാവരും മക്കളും എല്ലാവരും ഉണ്ട്. പിന്നെ ഇത് 2-ാമത്തെ ഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെത്തി. എൻ്റെ വീട്ടിലെ എൻ്റെ ഉമ്മാൻ്റെ പൂച്ചയാണിത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ എൻ്റെ കുക്ക് എന്ന് പറയുന്നത് ഉപ്പയാണ് കേട്ടോ. ഉമ്മയല്ല, ഉപ്പയാണ് സ്പെഷ്യൽ കുക്ക്. അപ്പോൾ ആളെ ബിരിയാണിയും പച്ചബൂസ് നെയ്ച്ചോറ് അതൊക്കെയാണ് സ്പെഷ്യൽ. ഉമ്മ
ഉമ്മ അതിൽ നിന്നൊക്കെ വേറിട്ട് സാധാ ഫുഡിനോടാണ് ഉമ്മക്ക് താല്പര്യം. ഉപ്പ അതിനേരെ ഓപ്പോസിറ്റ് നോൺ വെജ് സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെയാണ് കൂടുതൽ. മച്ചുബൂസ് അറബിക് റൈസുകളാണ് കൂടുതൽ ഇപ്പോൾ ഉണ്ടാക്കുക. അങ്ങനെ ഉപ്പാട് സ്പെഷ്യൽ ഒരു ഇപ്പോൾ ചിക്കനൊക്കെ ഒരു ഫുൾ ചിക്കന് തുന്നിക്കെട്ടി എന്താ പറയുക മസാല വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും അറിയില്ല, ഉപ്പയെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് അങ്ങോട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ മച്ചൂസായിരുന്നു. ആൾ റൈസൊക്കെ അതിൽ കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 2 കിലോ അരി തന്നെ ഉണ്ടാവും അതിൽ. ഇതൊരു 3 ചിക്കനും ഉണ്ട്. അപ്പോൾ 2 ചിക്കൻ ആൾ ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ ഷവായുടെ ഇതുപോലെ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആ 2 ഫുൾ ചിക്കനും എടുത്തിട്ട് അപ്പോൾ അതിലിടയിലൊന്ന് സ്റ്റെക്കാക്കേണ്ട വന്ന് പിള്ളേർ വന്ന് വിളിച്ചിട്ട് അപ്പോൾ അതാ ചിക്കനൊക്കെ അതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മളെ അപ്പോൾ ഇതിൽ കിടക്കുന്ന ഈ ടൊമാറ്റോ ഉണ്ടല്ലോ അത് പുഴുങ്ങിയതിന് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൽക്കൊരു സോസ് ഉണ്ട്, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളി അതിൽ തന്നെ പുഴുങ്ങിയെടുത്താൽ നല്ല ഫ്ലേവറുണ്ട്, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. അടിപൊളി അറബിക് റൈസ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ ബാക്കിൽ നല്ല ബഹളമുണ്ട്, ഡിസ്റ്റർബൻസ്. സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ നല്ല ബഹളമാണ് പിള്ളേരുടെ. അപ്പോൾ എൻ്റെ വോയിസ് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അതിന് പോരാത്തതിന് എൻ്റെ ഉമ്മാൻ്റെ പൂച്ച അതപ്പുറത്തുനിന്ന് കരയുന്നുണ്ട്. എല്ലാവരും വോയിസ് ഇതിൽ പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പ ചിക്കനല്ലാതെ ഇതിലിട്ടിട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തം ഇപ്പോൾ ഈ കോരിയെടുത്ത ചിക്കനൊക്കെ ഒന്നും കൂടി ഫ്രൈ ആക്കിയിട്ടാണ് നമ്മൾ റൈസിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇത് കോരിയെടുത്ത് തീരാനായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കേണ്ട ഇതാണ്. ഇത് ജസ്റ്റ് ഒന്നൊരു ഷാലോ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ മൊത്തം മുങ്ങി പൊരിച്ചിട്ട് എടുക്കണം. അങ്ങനെ ഒരുപാട് ഡ്രൈ ആവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് പൊരിച്ച് എല്ലാതും ഒന്ന് കോരി മാറ്റി എടുക്കണം. എന്നിട്ട് ഈ റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ദം ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് ചിക്കൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ദമ്മിടൽ പ്രോസസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ദമ്മ് ഇടാൻ പോവാണ്. ഇനി നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത ചിക്കനും എല്ലാം ഇതിൻ്റെ മേലെ ആഡ് ചെയ്തിട്ട് കണലിട്ട് കൊടുക്കുക. മേലെ എന്തെങ്കിലും വെയിറ്റിന് കയറ്റി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് ദമ്മാക്കാം. അപ്പോൾ ഇത് അതിലേക്ക് ഇടാനുള്ള ചിക്കനാട്ടോ അത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ കണലിട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ തുറക്കാൻ പറഞ്ഞപ്പോൾ ആളൊന്ന് തുറന്ന് തന്നു കേട്ടോ അത്. ഞാനപ്പോൾ അവിടെ ചിക്കൻ പൊരിക്കാൻ നിന്നു. പിന്നെ ഉമ്മയാണ് പാടെ ടേസ്റ്റർ. ആൾ ടേസ്റ്റ് നോക്കി പറഞ്ഞാലാണ് ആൾക്ക് കോൺഫിഡൻസ് ആവുള്ളൂ, ആൾക്കതാണ് ഇഷ്ടം. അപ്പോൾ റൈസ് വന്നിട്ടുണ്ടോ നോക്കണം, ടേസ്റ്റ്, ഉപ്പ്, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉമ്മയാണ് പറയുക. കാര്യം അതൊന്നും വയ്ക്കാറില്ല, എല്ലാ കാര്യത്തിൻ്റെ ടേസ്റ്റ് നോക്കലും ഉപ്പ് നോക്കലും കാര്യങ്ങളൊക്കെ ഉമ്മച്ചിയാണ്. അപ്പോൾ അതാ ദമ്മൊക്കെ അടച്ചു. ഇനി ഫുഡ് കഴിക്കണ നേരത്ത് വിളമ്പുമ്പോഴുള്ള വീഡിയോ കാണാം നമുക്ക്. അപ്പോൾ അതിനിടയിൽ കളറ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഫുഡ് കളറാണ്, അതത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും ആളൊരു ഗ്ലാമർ കിട്ടണ്ടേ നമുക്ക്, അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ ഉമ്മ എനിക്കിതൊക്കെ തുറന്ന് തന്ന് നല്ലപോലെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാ പിന്നെ ബാക്കിയുള്ള ചിക്കനൊക്കെ ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ ബാക്കിയുള്ള ചിക്കനൊക്കെ പൊരിച്ചു. ഉമ്മ ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇതാ അതേപോലെ വെച്ചിട്ട് ദമ്മൊക്കെ പൊട്ടിച്ച് ഇതാ വിളമ്പി വെച്ചിട്ടുണ്ട് കഴിക്കണ പാത്രത്തിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൂപ്പര് ഈ കിസ്മിസും പിന്നെ പരിപ്പും ഉള്ളിയൊക്കെ കൂടിയിട്ട് വറുത്തിട്ട് ഉള്ള ഒരു മസാല അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്.
അത് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ. അത് ഈ ചിക്കനും കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണത്. കൈ പൊള്ളുന്നുണ്ട് ഉപ്പാക്ക്, വലിക്കാൻ പറ്റുന്നില്ല, കണ്ടില്ലേ. ഇത് ഈ ഒരു മസാല അതിനുള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കയ്യും കാലൊക്കെ ഇതിൻ്റെ കൂട്ടിക്കെട്ടിയിട്ടുള്ളത്. കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഞങ്ങൾ. അപ്പം നമുക്കുള്ളതും ഇവിടെ വിളമ്പി വെച്ചു. പിന്നെ നമ്മളെ അയൽവാസികളുണ്ട്, കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഈദല്ലേ, അപ്പോൾ അവർക്കൊരു വിളി ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും കൂടി വിളമ്പുന്നുണ്ട് ഇതിൽ കൂടെ. അപ്പോൾ അതും അവർക്ക് വിളമ്പിയിട്ട് അത് മക്കളൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും അനിയത്തിയും കൂടി ഒന്ന് പുറത്തു പോയി. അപ്പോൾ ഒരു ഫാന് വാങ്ങിക്കാനാണ് പോയത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആകെ ഫാന്, സ്റ്റൗവ്, അതിൻ്റെ ഒരു കലവറ തന്നെയാണ്. ഉഷയിലാണ് പോയത്. ഞങ്ങളവിടെ കുന്നംകുളം ടൗണിൽ തന്നെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ക്രോംപ്ടൻ്റെ ഒരു ഫാൻ എടുത്തു. എന്നിട്ട് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അനിയത്തിക്ക് കോൾ വന്നപ്പോൾ അവിടെ നിന്ന് നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്കൊരു പൈപ്പ് വാങ്ങിക്കണം. കിച്ചണിലെ പൈപ്പ് നാശമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ കയറി. പിന്നെ ഇവിടെ എത്തുമ്പോൾ മഗ്‌രിബായിരിക്കണം. പിന്നെ ഇവിടെ ഈദിൻ്റെ ബഹളമാണ്. ഇവിടെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും, മക്കളെ ഭയങ്കര ഹാപ്പി. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്തു കണ്ടു. നല്ല രസമായിരുന്നു. കുറേ ആൾക്കാർക്ക് പേടിയുള്ളവരുണ്ട്, കുറേ ആൾക്കാർക്ക് അത് കാണുന്ന ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ 2 ദിവസത്തെ ഈദ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.